കൂട്ടുകാരെ, ഇത് വിജയവാഡ ഹൈദരാബാദ് നാഷണൽ ഹൈവേ ആണ്. സമയം ഇപ്പോൾ 6 മണി. 6 മണിയുടെ തിരക്കാണ് ഈ കാണുന്നത്. സൂര്യൻ എപ്പോഴും നല്ല കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ആയിട്ടുള്ള രാമോജി ഫിലിം സിറ്റിയുടെ അടുത്താണ് നിൽക്കുന്നത്. ഈ വിജയവാഡ ഹൈദരാബാദ് നാഷണൽ ഹൈവേയിലാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് ഏകദേശം വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. 2600 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ലോകത്തിലെ അതിപ്രശസ്തമായിട്ടുള്ളൊരു വിസ്മയമാണ് രാമോജി ഫിലിം സിറ്റി. ഇവിടെ ഹൈദരാബാദിൽ നിന്നും ബസ്സിലോ അതല്ലെങ്കിൽ കാറിലോ മറ്റു വാഹനങ്ങളിലോ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ റണ്ണിങ് ടൈമാണ് വരുന്നത്. ഇതിലേക്കുള്ള എൻട്രൻസും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ അതിവിപുലമായ രീതിയിലാണ് അത് ക്രമീകരിച്ചാണ്. റോഡൊക്കെ ശരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്ന് പൊതുവെ തിരക്ക് കുറവുള്ള ദിവസമാണ്. കാരണം ഇവിടെ സർക്കാർ അവധിയാണ്. ഈ ബക്രീദ് ആയതുകൊണ്ട് അധികം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊന്നും ഇവിടേക്ക് വരാൻ സാധ്യത കുറവാണ്. ഇതിൽ ഇടത് ഭാഗത്ത് കാണുന്നത് മെയിനായിട്ട് കാർ പാർക്കിംഗ് ആണ്. കാറുകൾ അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ ഈ റോട്ടിൽ കൂടെ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വേണം അവിടെ പാർക്കിങ്ങിൽ അവിടെ എനിക്ക് പോകാനായിട്ട്. ഇവിടെ ഈ വലത് ഭാഗത്ത് കാണുന്നതാണ് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമാണ്. ഒരു 200, 300, 400 ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമാണ്. ഇവിടുന്ന് അടുത്തോട്ട് തിരിയുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ. സാധാരണ വരുമ്പോൾ നിങ്ങളൊരു 9 മണിക്ക് വരികയാണെങ്കിലാണ് ഏറ്റവും സൗകര്യമായിരിക്കുക. ഇവിടെ കാണുന്ന അടഞ്ഞു കിടക്കുന്ന ഷട്ടർ, ഇത് രാവിലെ ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ നമ്മളുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇവിടേക്ക് എൻട്രി ചെയ്യുക. ഇവിടേക്ക് എൻട്രി ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് കിടക്കണം. ഇപ്പോൾ നമുക്ക് ഈ സമയമായതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമാണല്ലോ. ഇനിയിപ്പോൾ എൻട്രൻസ് രാവിലെയാണ് തിരക്ക്. ഒരു മുഴുവൻ ദിവസം കാണാനായിട്ടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോരാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു തീരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളത് അവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്യുന്ന സ്ഥലം അടഞ്ഞു കിടക്കണ കാരണം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇതിലെ സൈഡിൽ കൂടെ മാറിയിട്ടാണ് വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുക. ഇവിടെ നോർമൽ ടിക്കറ്റ് എന്ന് പറയുന്നത് 1350 രൂപ കുട്ടികൾക്കും 1550 രൂപ അഡൾട്ട്സിനാണ്. കുട്ടികളെന്ന് പറയുന്നത് വയസ്സല്ല അവർ നോക്കണത്. ഇവിടെ ഉയരം, ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്.
54 ഇഞ്ചിന് താഴെ 54 ഇഞ്ചിന് താഴെയുള്ള കുട്ടികൾക്കാണ് 1350 വരുന്നത്. അതിന് മേളിലുള്ളവരെയൊക്കെ അഡൽട്ട്സ് ആയിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ശരിക്ക് എൻട്രി വരുന്നത്. അവിടെ കാർ പാർക്കിംഗ് ആണ്. അവിടെയൊക്കെ ഇവിടെ വാഷ്റൂമുണ്ട്, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂമുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്യാവശ്യം ഫുഡ് ഐറ്റംസുകളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇവിടെയാണ് എൻട്രി വരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ ഒരു സ്റ്റിക്കർ കിട്ടും. ആ സ്റ്റിക്കർ നമ്മളുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും അത് ഒട്ടിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലെയാണ് ആണുങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കും എതിരെയാണ് പ്രവേശനം. പിന്നെ 1350 1550 കൂടാതെ വേറെ ഒരു പ്രീമിയം കാറ്റഗറി ടിക്കറ്റ് ഉണ്ട്. 2400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്ഥലങ്ങൾ പോയി കാണാനായിട്ട് AC ബസ്സായിരിക്കും തരിക. നോർമൽ ടിക്കറ്റിന് നമുക്ക് നോൺ AC ബസ്സായിരിക്കും തരിക. ഈ 2400 ടിക്കറ്റിന് ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് രാവിലെ നമ്മൾ കയറി കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് അതിനകത്ത് വാഹന സൗകര്യമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ 2400 അല്ലെങ്കിൽ 2600 ഏക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് നടന്നു പോകുക അത്ര എളുപ്പമല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ഹൈദരാബാദ് യാത്ര ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു 20 പേരുടെ ഒരു ഗ്രൂപ്പാണ്. 3 ദിവസത്തെ പാക്കേജാണ് നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കുന്നത്. ട്രെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ 3 രാത്രി 3 പകലും ഇവിടെ ഉണ്ടായിരിക്കും. ഫ്ലൈറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 2 രാത്രി 3 പകലും. ഈ യാത്ര, ഈ പാക്കേജ് ഓർഗനൈസ് ചെയ്യുന്നത് ചാലക്കുടിയിലെ ജോയ്ഫുൾ ഹോളിഡേയ്സാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പാക്കേജ് ടൂറുകളിൽ സഹകരിക്കാനായിട്ട് പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 95 39 61 90 06. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം. താങ്ക് യു.